നമസ്കാരം. ചന്ദനമരം വെട്ടി വിറ്റതിൻ്റെ ഡീറ്റെയിൽ ആണിത്. നമുക്ക് അതിനെപ്പറ്റി ഒന്ന് അറിയാം. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കറക്റ്റ് ആണെങ്കിൽ ഗവൺമെൻറ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൈസ തരുന്നതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. കൂടുതലും ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ് കൂടുതലും നടന്നേക്കുന്നത്. രണ്ടാമത്തെ പേജിലും ഏകദേശം 2010, 2011 സമയങ്ങളിൽ കൊടുത്തതിൻ്റെ കണക്കാണ് ഈ കാണുന്നത്. മാക്സിമം ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് ആ സമയത്ത് ഒന്ന് നിങ്ങൾ ഭാഗം ചെയ്ത് കണക്ക് കൂട്ടി നോക്കുക. ഇത് നമുക്ക് ഗവൺമെൻറ് കൊടുത്തതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. അതുപോലെ മൂന്നാമത്തെ പേജിൽ വന്നേക്കുന്നത് കണ്ടോ, 2010, 2011. അത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ കോന്നി വില്ലേജ് 2 കാണിക്കുന്നുണ്ട്. അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഏകദേശം തിരുവനന്തപുരം ജില്ലയും കൊല്ലം ജില്ലയും ചാവറയിലും കാണിക്കുന്നുണ്ട്. പിന്നെ കൊല്ലം വെസ്റ്റ് വില്ലേജ് കാണിക്കുന്നുണ്ട്. തിരുവനന്തപുരം നെടുമങ്ങാട് വരുന്നുണ്ട്. എനിക്കൊന്ന് തിരുവനന്തപുരം നെടുമങ്ങാടൊക്കെ എനിക്ക് പരിചയമുള്ള അവർ തന്നെ വിളിച്ചിട്ടുള്ളതായിട്ട് എൻ്റെ ഒരു ഓർമ്മ. അതുപോലെ തിരുവനന്തപുരം തന്നെ എനിക്ക് തോന്നുന്നത് കൂടുതലും കാണുന്നത്. പിന്നെ ഗുരുവായൂരുണ്ട്. അത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഇതായിട്ട് അങ്ങോട്ട് കൊടുത്താന്ന് തോന്നുന്നു. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ഇത് വരുന്നുണ്ട്. പിന്നെ ഇടുക്കി ഡിസ്ട്രിക്റ്റാണ് കാണിക്കുന്നത്. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ കുളനട എന്ന് പറയുന്ന വില്ലേജിലും ഇത് കാണുന്നുണ്ട്. നമ്മളെല്ലാവരും ഞെട്ടുന്ന സാധനമുണ്ട്. ഇതുണ്ടോ, ചന്ദനത്തൈ വെച്ചിട്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം. ചന്ദനത്തൈ വെട്ടി വിറ്റിട്ട് കിട്ടിയ തുകയാണ് 5,11,72,331 രൂപ. അപ്പം ഇത്രയും വലിയ ഒരു ഓപ്പർച്യൂണിറ്റി ഇരുന്നിട്ട് മനുഷ്യരെല്ലാവരും പറയാം തട്ടിപ്പാണ്. ഗവൺമെൻറ് കൊടുത്ത റേറ്റ് ആണെന്ന് ആലോചിക്കണം. എന്നിട്ട് പറയാം ചന്ദനത്തൈ തട്ടിപ്പാണ്, പറ്റിയിട്ടാണെന്നും പറഞ്ഞുകൊണ്ടൊക്കെ ജനങ്ങൾ നടക്കുന്നത്. അങ്ങനെയൊന്നും അല്ല. കൂടാതെ ഞങ്ങൾ ചന്ദനത്തൈകൾ എത്തിച്ചും തരുന്നുണ്ട്, നട്ടു വെച്ച് തരുന്നുണ്ട്. അതിൻ്റെ പറ്റി ഡീറ്റെയിൽ അറിയേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. താങ്ക് യു.